വൈശേഷിക ദർശനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളിൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ദ്രവ്യം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതായി വരുന്ന പദാർത്ഥമാണ് ക്വാളിറ്റി ഓർ ഗുണ. ക്വാളിറ്റി ഈസ് ദ ആട്രിബ്യൂട്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇറ്റ് ഈസ് ഇൻഹറൻറ്റ് ഇൻ ദ സബ്സ്റ്റൻസ്. ഇറ്റ് കനോട്ട് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഫ്രം സബ്സ്റ്റൻസ്. അതായത് ദ്രവ്യത്തിൻ്റെ സവിശേഷ സ്വഭാവമാണ് ക്വാളിറ്റി എന്നത്. അതിനെ നമുക്ക് ദ്രവ്യത്തിൽ നിന്നും വേർതിരിക്കാൻ സാധ്യമല്ല. അത് ദ്രവ്യത്തിൽ തന്നെ അന്തർലീനമായി നിലനിൽക്കുന്നു. ചിത്രം നോക്കുക. ഈ പൂവിൻ്റെ നിറം, ഗന്ധം ഇതൊക്കെ നമുക്ക് പൂവിൽ നിന്നും വേർതിരിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അതൊക്കെ എന്താണ്? പൂവിൻ്റെ ക്വാളിറ്റീസ് ആണ്. വൈശേഷിക ദർശനം ദ്രവ്യത്തിൻ്റെ 24 ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് സ്മെൽ, ടച്ച്, ടേസ്റ്റ്, നമ്പർ തുടങ്ങിയവ. ചിത്രം നോക്കുക. സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ 2 ഗുണങ്ങളെ കാണിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ അല്ലേ. എന്തൊക്കെയാണ്? ഹെവിനെസ്, സോഫ്റ്റ്നെസ് അല്ലേ. ചില സബ്സ്റ്റൻസ് സോഫ്റ്റ് ആയിരിക്കും, ചിലത് എന്തായിരിക്കും? ഹെവി ആയിരിക്കും. ഇതെല്ലാം എന്താണ്? സബ്സ്റ്റൻസിനുണ്ടായിരിക്കുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആണ്. അടുത്തതായി വരുന്നത് ആക്ഷൻ ഓർ കർമ്മയാണ്. ആക്ഷൻ ഈസ് ഫിസിക്കൽ മോഷൻ ആൻഡ് റിസൾട്ട്സ് ഇൻ എ സബ്സ്റ്റൻസ്. കർമ്മം എന്നത് മോഷനാണ്, അതായത് ചലനമാണ്. അത് ദ്രവ്യത്തെ ആശ്രയിച്ച് നിലനിൽക്കുകയാണ്. കർമ്മം ദ്രവ്യത്തിൻ്റെ സക്രിയ രൂപമാണ്. അതായത് പദാർത്ഥങ്ങൾക്ക് ചലനാത്മകത നൽകുന്നതാണ് എന്ത്? ആക്ഷൻ അല്ലെങ്കിൽ കർമ്മ എന്നത്. വൈശേഷിക ദർശനത്തിൽ 5 തരത്തിലുള്ള മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറയുന്നു. അതായത് ചലനത്തിനെ കുറിച്ച് പറയുന്നു. അതാണ് അപ്വേർഡ് മൂവ്മെൻറ്റ്, ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ, ലോക്കോമോഷൻ. അതായത് മുകളിലേക്കുള്ള ചലനം, താഴേക്കുള്ള ചലനം, കോൺട്രാക്ഷൻ. കോൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുങ്ങുക അല്ലേ. എക്സ്പാൻഷൻ വികസിക്കുക, ലോക്കോമോഷൻ സഞ്ചാരം, ഗമനം എന്ന്. വസ്തുക്കളുടെ മുകളിലേക്കുള്ള ചലനത്തിനെ നമ്മൾ എന്തെന്ന് പറയും? അപ്വേർഡ് മൂവ്മെൻറ്റ് എന്ന് പറയും. ലോക്കോമോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സഞ്ചാരം. ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വസ്തുവിൻ്റെ സഞ്ചാരമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോക്കോമോഷൻ. അടുത്തതായി വരുന്നത് ജനറാലിറ്റി ഓർ സാമാന്യ. ഇറ്റ് ഈസ് എ ക്ലാസ് കോൺസെപ്റ്റ്. ഇറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ക്വാളിറ്റി പൊസസ്ഡ് ബൈ ഓൾ ദി മെമ്പേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ ക്ലാസ്. സാമാന്യ എന്നത് ഒരു ക്ലാസ് കോൺസെപ്റ്റ് ആണ്. പക്ഷേ സാമാന്യ എന്നത് വെറും ഒരു ഗണത്തെ സൂചിപ്പിക്കുന്നതല്ല, മറിച്ച് ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുന്ന വസ്തുക്കളുടെ പൊതു സ്വഭാവത്തെ കാണിക്കുന്നതാണ് സാമാന്യ അല്ലെങ്കിൽ ജനറാലിറ്റി എന്നത്. അതായത് ക്ലാസ് എസെൻസ്. മനുഷ്യൻ എന്ന ഗണത്തിൻ്റെ ക്ലാസ് എസെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? മാന്നസ്, മനുഷ്യത്വം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൗനസ് അല്ലേ. അപ്പം ഇവർക്ക് എല്ലാവർക്കുമുള്ള ഒരു കോമൺ എന്താണ്? ഒരു പൊതു സവിശേഷതയുണ്ട്, അവരെ അവരാക്കി നിർത്തുന്നത്. അതിനെയാണ് ഇവിടെ സാമാന്യ അല്ലെങ്കിൽ യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത്. അടുത്ത പദാർത്ഥം പർട്ടിക്കുലാരിറ്റി ഓർ വിശേഷ. ഈ ദർശനത്തിൻ്റെ പേര് തന്നെ ഈ പദാർത്ഥത്തിൻ്റെതാണ്. അതായത് എന്താണ്? വിശേഷ, വൈശേഷിക. Particularity is an ultimate distinguishing feature of a substance. By means of Vishesha, one is able to perceive things as different from one another. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും യുണീക്ക് ആണെന്ന് വൈശേഷിക ദർശനം പറയുന്നു. യുണീക്ക് എന്ന് പറഞ്ഞാൽ അതുല്യമായത്, ഒന്നിനെ പോലെ മറ്റൊന്നില്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ പേനയ്ക്ക് സമമായി അല്ലെങ്കിൽ അതിന് തുല്യമായി മറ്റൊരു പേനയില്ല, അത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് യൂണീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സബ്സ്റ്റൻസിനെ മറ്റൊന്നിൽ നിന്നും വേർതിരിക്കുന്ന സവിശേഷതയാണ് പർട്ടിക്കുലാരിറ്റി എന്നത്. അതായത് ഈ ഒരു വിശേഷ എന്ന് പറയുന്ന ആ ഒരു പദാർത്ഥത്തിലൂടെയാണ് നമുക്ക് ഒരു വസ്തുവിനെ മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിത്രം നോക്കിയേ. സൺഫ്ലവേഴ്സ് അല്ലേ. ഇവിടെ ഞാൻ പറയുകയാണ് ഓരോ പൂവും യുണീക്കാണ് എന്ന്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഒന്നിനെ പോലെ മറ്റൊന്നില്ല, അത് മാത്രമേ ഉള്ളൂ എന്ന്. അതാണ് വിശേഷ. അടുത്തത് ഇൻഹറൻസ് ഓർ സമവായ. ഇൻഹറൻസ് ഈസ് എ റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ ഇൻസെപ്പറബിൾ. അതായത് സബ്സ്റ്റൻസുകൾ തമ്മിൽ നിലനിൽക്കുന്ന വേർപിരിക്കാനാവാത്ത ബന്ധമാണ് സമവായ എന്നത്. വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം 2 തരത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഒന്ന് സമവായ റിലേഷൻ, ദാറ്റ് ഈസ് ഇൻസെപ്പറബിൾ റിലേഷൻ. 2 സംയോഗ റിലേഷൻ, ദാറ്റ് ഈസ് സെപ്പറബിൾ റിലേഷൻ. അതായത് ഒന്ന് വേർപിരിക്കാനാവാത്ത ബന്ധവും അടുത്തത് എന്താണ്? നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്ന റിലേഷനും. ചിത്രം നോക്കുക.
ആദ്യത്തത് സമവായ റിലേഷൻ്റെ ഉദാഹരണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ക്ലോത്ത് ആൻഡ് ത്രെഡ് അല്ലേ. നൂലും ക്ലോത്തും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, നമ്മൾ ആ ക്ലോത്തിൽ നിന്നും ആ ത്രെഡിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലോത്ത് ഉണ്ടാകുമോ? ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഇൻസെപ്പറബിൾ റിലേഷൻ എന്ന് പറയുമ്പം. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ആ സബ്സ്റ്റൻസ് തന്നെ നിലനിൽക്കില്ല. രണ്ടാമത്തെ ചിത്രം സംയോഗ റിലേഷൻ്റെയാണ്. ഉദാഹരണം നോക്കുക അല്ലേ. ഒരു ബോട്ടിൽ ഒരു ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. ടേബിൾ ഇവിടെ കാണാൻ പറ്റുന്നില്ല, പക്ഷേ ടേബിളിൻ്റെ മുകളിലാണ് ബോട്ടിലിരിക്കുന്നത്. അപ്പോൾ സംയോഗ റിലേഷൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ എ ടേബിൾ ആൻഡ് ബോട്ടിൽ. നമ്മൾ ആ ബോട്ടിൽ ടേബിളിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ബോട്ടിലിനോ ടേബിളിനോ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും എക്സിസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും അല്ലേ. അവിടെ നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഒബ്ജക്റ്റിനും അവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോൾ അതാണ് സംയോഗ റിലേഷൻ. കോണ്ടാക്റ്റിലൂടെ ഉള്ള ബന്ധമാണ് സംയോഗ റിലേഷൻ എന്ന് പറയുന്നത്. 5 തരത്തിലുള്ള സമവായ റിലേഷൻസിനെ കുറിച്ച് വൈശേഷികയിൽ പറഞ്ഞിരിക്കുന്നു. നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ സബ്സ്റ്റൻസ് ആൻഡ് ക്വാളിറ്റി, റിലേഷൻ ബിറ്റ്വീൻ പർട്ടിക്കുലർ ആൻഡ് യൂണിവേഴ്സൽ, റിലേഷൻ ബിറ്റ്വീൻ സബ്സ്റ്റൻസ് ആൻഡ് കർമ്മ, റിലേഷൻ ബിറ്റ്വീൻ ആറ്റംസ് ആൻഡ് ഒബ്ജക്ട്സ്, റിലേഷൻ ബിറ്റ്വീൻ പാർട്സ് ആൻഡ് ഹോൾ. സബ്സ്റ്റൻസും അതിൻ്റെ ഗുണവും തമ്മിലുള്ള ബന്ധം, പർട്ടിക്കുലറും യൂണിവേഴ്സലും തമ്മിലുള്ള ബന്ധം, ഒരു സബ്സ്റ്റൻസും അതിൻ്റെ കർമ്മവും തമ്മിലുള്ള ബന്ധം, ആറ്റവും ഒബ്ജക്റ്റും തമ്മിലുള്ള ബന്ധം, അതുപോലെ പാർട്ടും ഹോളും തമ്മിലുള്ള ബന്ധം. ഇത് പാർട്ടും ഹോളും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന ചിത്രമാണ്. ചെയറിൻ്റെ പാർട്സ്, അവിടെ ചെയർ, രണ്ടിനെയും നമ്മൾ തമ്മിൽ വേർതിരിക്കാൻ പറ്റുമോ? പാർട്സ് മാത്രമാക്കി വെച്ചാൽ അത് ചെയർ ആകുമോ? ഇല്ലല്ലോ. അതേപോലെ സബ്സ്റ്റൻസ് ആൻഡ് കർമ്മ, എഴുതുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ് അല്ലേ. അവിടെ സബ്സ്റ്റൻസ് ഉണ്ട്. പെന്ന്, ബുക്ക് എന്നിവയൊക്കെ സബ്സ്റ്റൻസ് ആണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിന്നാൽ റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ അവിടെ ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ 7ാമതായി വരുന്നത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അത് നോൺ എക്സിസ്റ്റൻസ് ഓർ അഭാവ. മറ്റു പദാർത്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നോൺ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അഭാവ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കാറ്റഗറിയാണ്. ഒരു നെഗേഷനെ സൂചിപ്പിക്കുന്നതാണ് അഭാവ എന്നത്. അഭാവ ഈസ് ദി ആബ്സെൻസ് ഓഫ് സംതിങ് ഫ്രം സംവെയർ. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് ഒന്നിൻ്റെ സാന്നിധ്യമില്ലായ്മയാണ് നമ്മൾ അഭാവ എന്ന് പറയുന്നത്. അഭാവ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് നോൺ എക്സിസ്റ്റൻസ് അല്ല. ഉദാഹരണത്തിന്, അമാവാസി രാത്രിയിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ചന്ദ്രൻ ഇല്ല എന്നല്ല. ആ സമയത്ത് നമുക്കവിടെ ചന്ദ്രൻ്റെ ആബ്സെൻസ് ആണ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. പ്രാഗഭാവ, പ്രധ്വംസഭാവ എന്നിങ്ങനെ 4 തരത്തിലുള്ള അഭാവയെക്കുറിച്ച് വൈശേഷിക ദർശനത്തിൽ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത്ര മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ വൈശേഷിക ദർശനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.